നമസ്കാരം. ഇറാൻ നൽകിയ തിരിച്ചടിയിൽ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഓരോ മണിക്കൂർ പിന്നിടുന്തോറും ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് സംഭവിച്ച മാരകമായ നാശനഷ്ടങ്ങളുടെ പുതിയ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരിക്കലും ഇസ്രായേലിന് സംഭവിക്കില്ല എന്ന് കരുതിയതാണ് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് അയൺ ഡോം സംവിധാനങ്ങളും അമേരിക്കയുടെ താഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ചേർന്ന് ഇസ്രായേലിനെ പൊതിഞ്ഞു സംരക്ഷിക്കുമെന്ന് കരുതിയവരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചുകൊണ്ടാണ്, ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് തുടർച്ചയായി വീണത്. അതിൻ്റെ പല ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലും അമേരിക്കയും ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കനത്ത പ്രത്യാക്രമണം ഇറാൻ നടത്തി എന്നത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ വിശ്വസിക്കണം. ഇനി ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ട പല മേഖലകളുണ്ട്. ഇതൊരു യുദ്ധമെന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല, കാരണം ഇരു രാജ്യങ്ങളും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഒരു അപ്രഖ്യാപിത യുദ്ധം എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. ആക്രമണവും പ്രത്യാക്രമണവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ധൈര്യങ്ങളിലൊന്ന് അത് അവരുടെ യുദ്ധവിമാനങ്ങളുടെ വലിയ ശ്രേണിയാണ്. ഏതാണ്ട് 240 യുദ്ധവിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിനുണ്ട്. അതിൽ തന്നെ എല്ലാം അത്യാധുനികമായ നിർമ്മിതികളാണ്. F-16 അടക്കമുള്ള അമേരിക്കയിൽ നിന്ന് ലഭിച്ച യുദ്ധവിമാനങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങളിൽ 240-ൽ 200 എണ്ണവും ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈന് വേണ്ടി, അതായത് ഇറാനിലേക്ക് ആ രാത്രി നടത്തിയ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് കണക്കുകളിൽ പറയുന്നത്. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ ഏത് മുക്കിലും മൂലയിലും എത്തി ഉദ്ദേശിച്ച ടാർഗറ്റിൽ ആക്രമണം നടത്തി ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ പിടിക്കാൻ കഴിയുന്നതിന് മുമ്പ് അതിവേഗത്തിൽ തിരിച്ചു പോരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇസ്രായേലിനുണ്ടായിരുന്നത്. പക്ഷേ ആ ആത്മവിശ്വാസവും ചീറ്റിപ്പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ചില ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇസ്രായേലിൻ്റെ ആധുനികമായ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ വെടിവെച്ചിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നോ എത്ര വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്നോ ഔദ്യോഗികമായൊരു കണക്ക് പുറത്തു വന്നിട്ടില്ല എങ്കിലും ആധുനിക യുദ്ധ വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു എന്നും അതിലൊരു വിമാനത്തിലെ പൈലറ്റിനെ പിടികൂടിയെന്നും ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ്. കാരണം ഇത്തരമൊരു ആക്രമണത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇസ്രായേൽ എന്തായാലും കരുതിയിട്ടുണ്ടാകുക ഈ പോകുന്ന യുദ്ധവിമാനങ്ങൾക്ക് ഒരു കേടുപാടുകളും പറ്റാതെ അതിനെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നാണ്. അതിന് തക്കവണ്ണമുള്ള ആധുനിക വിമാനങ്ങൾ തന്നെയാണ് ഇസ്രായേലിൻ്റെ പക്കലുള്ളത്. പക്ഷേ ആ വിമാനങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ പദ്ധതികൾ നിരവധി ഇടത്ത് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിലൊന്ന് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു ഇറാൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇതിന് ശേഷമുണ്ടായ പ്രത്യാക്രമണം. അത് ഇസ്രായേൽ ചിന്തിക്കുന്നതിലും ചിന്തിച്ചതിലുമൊക്കെ വളരെ അപ്പുറത്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വ്യഗ്രത, ഒരു അങ്കലാപ്പ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ല. അദ്ദേഹം ബങ്കറിലാണോ അതോ നാട് വിട്ടു പോയോ എന്ന കാര്യത്തിൽ ചൂടേറിയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനം ഗ്രീസിലെ ഏതൻസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ വിമാനത്തിൽ നെതന്യാഹു ഉണ്ടായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. അതിന് കൃത്യമായൊരു മറുപടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നെതന്യാഹു നാട് വിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഹിസ്ബുള്ളയുമായി ഇത്തരത്തിൽ രൂക്ഷമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് ഹിസ്ബുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അവിടേക്ക് ഡ്രോണുകൾ അയച്ചിരുന്നു. ആ വസതിക്ക് കേടുപാടുകൾ സംഭവിപ്പിച്ചിരുന്നു. അപ്പോൾ നെതന്യാഹു ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ് ഇറാൻ്റെയും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെയും. ഇപ്പോൾ IRGCയുടെ ചീഫ് കമാൻഡർ ഹുസൈൻ സലാമി കൂടി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വലിയ പക ഇറാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതറ്റം വരെ പോയുള്ള ഒരു ആക്രമണത്തിനും ഇറാൻ തയ്യാറാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിച്ചോ എന്നുള്ള ചോദ്യം ഒരു വശത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ലെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും അല്ലെങ്കിൽ പല മാധ്യമങ്ങളും നെതന്യാഹു
നാട് വിട്ടോ എന്ന രീതിയിൽ ഒരു ചോദ്യചിഹ്നത്തോടു കൂടി ഈ വാർത്ത ഇപ്പോൾ പുറത്തു വിടുന്നുണ്ട്. എന്തായാലും അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. ഒന്ന്, ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ, പോർ വിമാനങ്ങൾ തകർക്കപ്പെട്ടു. ഒരിക്കലും ആരാലും തകർക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന വിമാനങ്ങൾ ഇറാൻ നിഷ്പ്രയാസം വെടിവെച്ചിടുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നെതന്യാഹു ഭയന്നോടി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ വരുന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എത്ര ദിവസം നീളും എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇസ്രായേലിന് നൽകാൻ കഴിയുന്നില്ല, ഭരണകൂടത്തിന് നൽകാൻ കഴിയുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ബങ്കറിലാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഷെൽട്ടറുകളിലാണ്, അതായത് ബങ്കറുകളിലാണ്. ഏത് നിമിഷവും ഇനിയും ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. 2000-ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും ഇസ്രായേലിലേക്ക് ഇറാൻ അയക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചടികളുടെ മഹാപ്രളയം വരുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒരു കടന്നൽക്കൂട്ടം പോലെയാണ് ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ കാണുന്ന വിവരം. അതായത് തുടർച്ചയായി മിസൈലുകൾ വരുന്നു. ഇതിനെയെല്ലാം തകർക്കാൻ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെടുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് നിരവധി മിസൈലുകൾ എത്തുന്നു. ഈ മിസൈലുകൾ വീഴുന്ന സ്ഥലങ്ങൾ നോക്കുക, ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിൻ്റെ പ്രതിരോധ ആസ്ഥാനത്തിന് മുന്നിലാണ് ഒരു മിസൈൽ വീണ് സ്ഫോടനമുണ്ടായത്. അതിനുശേഷം ആ കെട്ടിടത്തിന് തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. 3 പേർ മരിച്ചു, 100 പേർക്ക് പരിക്കേറ്റു. ഇതൊന്നും ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതായത് സ്വന്തം ജനതയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. അത് ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബന്ദികൾക്ക് വേണ്ടിയൊക്കെ വലിയ വിട്ടുവീഴ്ചകൾ ഇസ്രായേൽ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. യുദ്ധത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലും ഇസ്രായേലിലെ പൗരന്മാരെ വിട്ടുകിട്ടാൻ വേണ്ടി പല വലിയ ഓപ്പറേഷനുകളും മാറ്റിവെക്കുകയോ സമരസപ്പെടുകയോ ചെയ്യുന്ന ചരിത്രം ഇസ്രായേലിനുണ്ട്. അപ്പോൾ തങ്ങളുടെ പൗരന്മാരെ അത്രയധികം വിലമതിക്കുന്ന രീതിയിൽ ഇടപെട്ടിട്ടുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിനുള്ളിലേക്ക് ഒരു ആക്രമണം, അതും അങ്ങോട്ട് പോയി ആക്രമണം നടത്തി തിരിച്ചു വന്ന പ്രത്യാക്രമണത്തിൽ ഇത്രയും വലിയ നാശനഷ്ടവും മരണവും ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൃദയഭേദകമാണ്. അത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും രൂക്ഷമായ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ അത്രയും രൂക്ഷമാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ അഭിമാനമായി കരുതപ്പെടുന്ന F-35 എന്ന് പറയുന്ന വിമാനങ്ങൾ ഇറാൻ സേന വെടിവെച്ചിട്ടുണ്ട്. അത് 3 എണ്ണമാണ് എന്നൊരു കണക്ക് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലെ ഏതാണ്ട് 150ഓളം കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങളിൽ തകർച്ചയുണ്ടായിട്ടുണ്ട്, തീപിടുത്തമുണ്ടായിട്ടുണ്ട്, നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വലിയ പാനിക് സിറ്റുവേഷനാണ് ഇസ്രായേലിൽ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇസ്രായേൽ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇത്രയും വലിയ ആക്രമണങ്ങൾ ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യത ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഹിസ്ബുള്ളയുമായും ഹൂത്തികളുമായും ഹമാസുമായും ഒക്കെ ആക്രമണത്തിൽ ഏർപ്പെട്ട സമയത്ത് ഇത്രയും കനത്ത ഒരു തിരിച്ചടിയും ആൾനാശവും ജനങ്ങൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊക്കെ മാറിയിരിക്കുന്നു. ഇറാനുമായി നേരിട്ട് മുട്ടാൻ ഇറങ്ങിയതോടുകൂടി 8ന്റെ പണികൾ, അല്ലെങ്കിൽ അത്രയും ഭീകരമായ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഉൾപ്പെടെ തകർക്കുന്ന വിധത്തിലേക്ക്, പോർ വിമാനങ്ങൾ വരെ തീർത്ത് കളയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം ഒരു വശത്ത് ഹൂത്തികളും യുദ്ധരംഗത്തുണ്ട്. ഹൂത്തികളും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. അതായത് ഇറാൻ അക്ഷരാർത്ഥത്തിൽ സംഹാരതാണ്ഡവമാടുന്ന വിധത്തിലേക്ക്, അതിഭീകരമായ രീതിയിൽ ഇസ്രായേലിനെ കടന്നാക്രമിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതേസമയം ഇറാന് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ടെഹ്റാനിൽ ബോംബുകൾ വർഷിക്കുന്നുണ്ട്. അവരുടെ ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളിൽ 3 ഇടങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 80-ലധികം പേർ ഇറാനിൽ മരിച്ചു വീണിട്ടുണ്ട്. ഇറാൻ്റെ പല തന്ത്രപ്രധാന മേഖലകളും അഗ്നിക്കിരയായിട്ടുണ്ട്. അതൊക്കെ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി പുറത്തു വന്നിട്ടും അതിലൊന്നും തളരാതെ IRGCയുടെ ചീഫ് കമാൻഡർ കൊല്ലപ്പെട്ടിട്ടും അതിന് തൊട്ടു പിന്നാലെ പുതിയൊരു കമാൻഡറെ നിയമിച്ച് ശക്തമായി തിരിച്ചടിക്കുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇറാൻ്റെ സംഹാരം അതിഭീകരമാണ് എന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ ആഘാതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇറാനെ അങ്ങോട്ട് കയറി ഇറാനിൽ വലിയ ആഘാതം ഏൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയ ഇസ്രായേലിന് ഇങ്ങോട്ടും അതേ രീതിയിലുള്ള ഭയാനകമായ ആഘാതം തന്നെയാണ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം.